ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പറ്റിയ നല്ല ക്വാളിറ്റി വെഹിക്കിൾ ഇപ്പോൾ പെരുമ്പാവൂർ ട്രൂ വാല്യൂ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട്. ഒന്നല്ല, ഒരുപാടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2012 മോഡൽ ഓൾട്ടോ LX ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 53,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 53,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയുള്ളൂ കേട്ടോ. ഇതിൽ LX-ൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? LX-ൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്. LX-ൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് അല്ലേ? പിന്നെ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? അതെ, 2027 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. സിംഗിൾ യൂസ് വണ്ടി ആയതുകൊണ്ട് അതിൻ്റെതായ ക്വാളിറ്റി വണ്ടിയിൽ മെയിൻറ്റൈൻഡ് ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നല്ല അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ക്വാളിറ്റി വെഹിക്കിൾ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ ഇവിടേക്ക് വരാൻ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 1,85,000 രൂപയാണ് വരുന്നത്. നമുക്ക് 1,80 റേഞ്ചിൽ കൊടുക്കാം. 1,80 റേഞ്ചിൽ കൊടുക്കാം. നിങ്ങളൊരു 7 സീറ്റർ വാഹനം അന്വേഷിച്ച് ഇറക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനം ഏതാ? മാരുതി എർട്ടിഗ അല്ലേ? സർവീസ് കോസ്റ്റും അതുപോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറ്റിയൊരു വാഹനം. വലിയ വാഹനമാണെങ്കിലും ചെറിയ വാഹനം കൊണ്ടു നടക്കുന്നത് കൊണ്ടു കൊടുക്കാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് എർട്ടിഗ 2022 മോഡൽ VXI വേരിയന്റ് ആണ്. ഹൈബ്രിഡ് മോഡലാണ് വരുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ്, മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 38,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 38,000 കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ VXI എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഫീച്ചേഴ്സ് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് 4 ഡോറും, ഇലക്ട്രോണിക് മിറർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ പവർ വിൻഡോസ്, ഫോൾഡബിൾ മിറേഴ്സ് ആണ് വരുന്നത്. സ്റ്റീരിയോ കമ്പനി ഇൻബിൽഡ് തന്നെ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, ടിൽറ്റ് സ്റ്റിയറിംഗ് ആയിരിക്കും വരിക. ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് അലോയ് വീൽസ് എല്ലാം ചെയ്തിട്ടുണ്ട് നിലവിൽ. പിന്നെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയോ ആണ് വരുന്നത്. സീറ്റ് കവേഴ്സ്, റിവേഴ്സ് ക്യാമറ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നത്. എല്ലാം വരുന്നുണ്ട്. അതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് വാഹനത്തിന് അല്ലേ? ഇതിന്റെ പേപ്പറാണ് ക്ലിയർ ആണ്. ഇത് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. കൂടാതെ ഇത് മാരുതി സർട്ടിഫൈഡ് വണ്ടിയാണ്. ഇത് നമുക്ക് വേറെ ആക്സിഡന്റ് വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ലേ? എത്രയാണ് വാറണ്ടി? ഇത് 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ വരെ മാരുതി സർട്ടിഫൈഡ് വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. സർവീസ് ഉണ്ടോ? 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് പ്രൈസ് നമുക്ക് 9,70,000 രൂപ കൊടുക്കാം. 9,70,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. വണ്ടി വിലയുടെ 90% വരെ നമുക്ക് നോർമൽ ലോൺ ചെയ്യാം. നോർമൽ ലോൺ ചെയ്യാല്ലേ? നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാൽ മതി. ഒരു ചെറിയ വാഹനം ആവശ്യമുണ്ട്, അതേപോലെ തന്നെ മൈലേജും കാര്യങ്ങളും നോക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ് നോക്കുന്നെങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനമാണ് മാരുതി എക്സ്പ്രസ് അല്ലേ? ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് VXI പ്ലസ് എക്സ്പ്രസോ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി. 2021 മോഡലാണ്. 2021 മോഡൽ. ഏതാ വേരിയന്റ് ഏതാ? ഇത് VXI പ്ലസ് വേരിയന്റ് ആണ്. VXI പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. 39,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. മൈലേജ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടില്ല. 1000 cc എഞ്ചിനാണ് വരുന്നത്. അറൌണ്ട് 19 റേഞ്ചിന് മൈലേജും കാര്യങ്ങളും കിട്ടും. ഓക്കെ. അപ്പോൾ ഈ VXI പ്ലസിൽ അതായത് ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നത് ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരും. ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് വരുന്നത്. ഓക്കെ. പിന്നെ വന്നിട്ട് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയിലെ സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് അല്ലേ? വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വെഹിക്കിൾസ് ആണ്. എത്ര വാറന്റി കൊടുക്കുന്നത്? ഇത് നമുക്ക് 1 വർഷത്തേക്കായിരിക്കും വാറന്റി വരുന്നത്. 3 ഫ്രീ സർവീസ് ഉണ്ടാവും അല്ലേ? ഓൾ ഇന്ത്യ ചെയ്ത് സർവീസ് സെന്ററിൽ പോയത്. ഓക്കെ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? പ്രൈസ് വന്നിട്ട് 4,90,000 രൂപയാണ് വരുന്നത്. 4,90,000 ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് 50,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. കസ്റ്റമർ പ്രൊഫൈൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാമല്ലോ. അടുത്തായിട്ട് മാരുതിയുടെ ഇഗ്നിസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് ഇഗ്നിസ് സിഗ്മ വേരിയന്റ് ആണ്. സിഗ്മ ബേസ് മോഡലില്ലേ? അതെ. 2022 മോഡലാണ്. ഓക്കെ. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 36,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണല്ലേ? ഓട്ടോമാറ്റിക് മാനുവൽ ഗിയർ ആണ്. മാനുവൽ ഗിയർ വരുന്നത്. ഇത് സിഗ്മയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? സിഗ്മയിൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് ആണ് വരുന്നത്. അഡീഷണൽ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോയും കമ്പനി വരുന്നുണ്ട്. അഡീഷണൽ സ്റ്റീരിയോ, സീറ്റ് കവർ മാറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തു. പിന്നെ ABS എയർ ബാഗും സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എയർ ബാഗ് ഉണ്ടാവും, ABS ബ്രേക്ക് ഉണ്ടാവും. ഓക്കെ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പ്രൈസ് വന്നിട്ട് 5,35,000 രൂപ നമുക്ക് കൊടുക്കാം. 5,30,000 രൂപ. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആക്സസറീസ് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് 10,000 രൂപ റേഞ്ച് വരുന്ന ആക്സസറീസ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ മാസം വാഹനം എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പെരുമ്പാവൂർ ട്രൂ വാല്യൂ ഷോറൂമിലേക്ക് വന്നോ. ഈ പറഞ്ഞ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചോദിച്ച് മേടിക്കുക. അപ്പോൾ ഇതിന് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല? ആക്സിഡന്റ് ഒന്നുമില്ല. വാറന്റി കൊടുക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. നമുക്ക് ഇതിന് 1 വർഷത്തേക്ക് മാരുതി സർട്ടിഫൈഡ് വാറന്റി ഉണ്ടാവും. 1 വർഷത്തേക്ക് വാറന്റി. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അടുത്തായിട്ട് മാരുതിയുടെ സെലീറിയോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് സെലീറിയോ ZXI വേരിയന്റ് ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. 2018 മോഡലാണ്. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 33,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 33,000 കിലോമീറ്റർ. ഇവിടെ ഒട്ടുമിക്ക വാഹനങ്ങളും ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്. പിന്നെ ഇത് തിരികെ മറിക്കാനുള്ള പരിപാടി എന്തെങ്കിലും? നമുക്ക് ഫ്ലഡ് അഫക്റ്റഡ് കിലോമീറ്റർ തിരിച്ച വണ്ടികൾ, ടാക്സി വണ്ടികൾ, മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടികൾ, RC ഇഷ്യൂസ് ഉള്ള വണ്ടികൾ ഒന്നും തന്നെ എടുക്കില്ല. മാരുതി കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഷോറൂം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ തിരികെ മറിക്കുക, അതുപോലെ തന്നെ ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാനുള്ള പരിപാടി ഒന്നുമില്ല. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? അതെ.
ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നത് ഇത് സെലക്സ് വേരിയന്റ് ആണ്. അതായത് സിംഗിൾ എയർ ബാഗ് ഉണ്ടാവും, ഓക്കെ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോസ്, ഇലക്ട്രോണിക് മിറർ ആയിരിക്കും വരിക, മിറർ ഇൻഡിക്കേറ്റർ ടൈപ്പ് ആയിട്ട് വരിക. ഓക്കെ, പിന്നെ സീറ്റ് കവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർ. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് നമുക്ക് പ്രൈസ് ചോദിക്കുന്നത് 4,60,000 ആണ് പറയുന്നത്. 4,60,000 ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ആക്സസറീസിന്റെ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ആക്സസറീസിന്റെ ഗിഫ്റ്റ് ഈ മാസം ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും ഉണ്ടാവൂലേ? ഓക്കെ, നമുക്ക് ലോണും ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് വണ്ടി വിലയുടെ 90% വരെ നമുക്ക് ലോൺ ചെയ്യാം. പ്രൊഫൈൽ അനുസരിച്ച് അതിന് മേളിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ട്? ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് മാരുതി സർട്ടിഫൈഡ് വാറണ്ടിയാണ്. 6 മാസത്തേക്ക് അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ വരെ മാരുതി വാറണ്ടി ഉണ്ടാവും. പിന്നെ 3 ഫ്രീ സർവീസ് ഡെലിവറി ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഒരു സർവീസ് കഴിഞ്ഞിട്ടാണ് വണ്ടി സെയിൽ. നമ്മളിപ്പോ നിലവിൽ ഇതിന്റെ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം മാറി സർവീസ് എല്ലാം കഴിഞ്ഞ് പോളിഷിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കുന്നതാണ്. കസ്റ്റമർക്ക് പെട്രോൾ അടിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ അതിനുശേഷം 3 ഫ്രീ ആയിരിക്കും കൊടുക്കും. ഓക്കെ, അടുത്തായിട്ട് മാരുതിയുടെ സ്വിഫ്റ്റിലേക്ക് വരാം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് മാരുതി സ്വിഫ്റ്റ് VXI വേരിയന്റ് ആണ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. പെട്രോള്. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 52,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് ഈ 52,000 കിലോമീറ്റർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 4 സിലിണ്ടർ ആണല്ലേ? അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടില്ല? തീർച്ചയായിട്ടും. നമുക്ക് കമ്പനി പറയുന്നത് 21 ആ റേഞ്ചിലാണ്. നമുക്ക് 18+ ആ റേഞ്ചിൽ കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് ഉണ്ട്. കിട്ടും. ഓക്കെ, എന്തായാലും ആ റേഞ്ചിൽ കിട്ടുന്ന എല്ലാവരും ഉപയോഗിക്കുന്നവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? VXI വേരിയന്റ് ആണ്. ഇതിനകത്ത് ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക്, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗിലെ ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ്, ടിൽറ്റ് സ്റ്റിയറിംഗ് ഓപ്ഷൻസ്, ഇലക്ട്രോണിക് മിറേഴ്സ് ആണ് വരുന്നത്. ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ആണ് വരുന്നത്. പിന്നെ നല്ല കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കും? വാഹനത്തിന്റെ എല്ലാ പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആയിരിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും ഇൻഷുറൻസ് കാര്യങ്ങൾ ഇല്ലെങ്കിലും സെയിലിന് നടക്കുന്ന സമയത്ത് ടാക്സ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആയിരിക്കും. ഇൻഷുറൻസ് നമുക്ക് ലേറ്റസ്റ്റ് 30 ഡേയ്സിനുള്ളിൽ തീർന്നാണ് നമ്മൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് 5,70,000 രൂപ കൊടുക്കാം. 5,70,000 അല്ലേ? ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. ഇത് നമുക്ക് മാരുതിയുടെ അല്ല, പോപ്പുലറിന്റെ വാറണ്ടിയാണ് വരുന്നത്. 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ മാരുതിയുടെ ബലേനയാണ് നോക്കുന്നത്. ബലേന പുതിയ ഫേസിലുള്ളതല്ല, ഇതിന് തൊട്ട് മുന്നത്തെ ഫേസ്, അതായത് അത്യാവശ്യം ആളുകൾ തിരയുന്ന ഒരു മോഡൽ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2018 മോഡൽ ബലേനോ ഡെൽറ്റയാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഡെൽറ്റ വേരിയന്റ് അല്ലേ? 50,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? ഇതിൽ ഡെൽറ്റയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് 4 ഡോർ വരും. ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറർ ആണ് വരുന്നത്. മിറർ ഫോൾഡബിൾ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ വന്നിട്ട് സ്റ്റീരിയോ കമ്പനി ബിൽഡ് തന്നെ വരും. സ്റ്റിയറിംഗിലെ ഓഡിയോ കൺട്രോൾസ്, ടിൽറ്റ് സ്റ്റിയറിംഗ്, ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ റിയർ വൈപ്പർ, ഡിഫോഗർ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഡെൽറ്റയിലുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് 5,90,000 രൂപ നമുക്ക് വണ്ടി കൊടുക്കാം. 5,90,000. ഇത് ഓണർഷിപ്പ് എത്ര എന്ന് പറഞ്ഞാൽ? സിംഗിൾ ഓണർ വണ്ടി. 5,90,000 നമുക്കൊരു 60 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം അല്ലേ? വാറണ്ടിയും കാര്യങ്ങളുണ്ടോ? വാറണ്ടി ഉണ്ട്. ഇതിന് നമുക്ക് മാരുതിയുടെ വാറണ്ടിയാണ്. 6 മാസത്തേക്ക് മാരുതിയുടെ വാറണ്ടി ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഓക്കെ, അടുത്തായിട്ട് മാരുതിയുടെ സ്വിഫ്റ്റിലേക്ക് വരാം. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നെ? ഇത് 2012 മോഡൽ സ്വിഫ്റ്റ് VXI ആണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 71,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 71,000. അതെ, പെട്രോൾ വേരിയന്റ് ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നല്ല വണ്ടിയാണ്. VXIയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? VXIയിൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ടോ, മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും, സ്റ്റീരിയോ വരുന്നുണ്ട്, ടിൽറ്റ് സ്റ്റിയറിംഗ് ആയിരിക്കും, പിന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സും ഒട്ടുമിക്ക ഫീച്ചേഴ്സും അന്നത്തെ കാലത്ത് ഉണ്ട് VXIയിലെ. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് 3,50,000 രൂപ റേഞ്ചിൽ കൊടുക്കാം. 3,50,000 രൂപ. ഒരു നല്ലൊരു വാഹനം 3,50,000 രൂപയ്ക്ക് ഒരു പഴയ ഫേസിൽ വരുന്ന സ്വിഫ്റ്റ് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പഴയത് മാത്രമല്ല പുതിയ മോഡലൊക്കെ ഉണ്ടല്ലേ? 20 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇതിന് 2.5 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം അടുത്ത് വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കും. 3 കൊല്ലം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടോ. മാരുതിയുടെ ബലേന അല്ലേ? നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മാനുവൽ ആണെങ്കിൽ ഇത്തവണ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2017 മോഡൽ ബലെനോ CVT ആൽഫ വേരിയന്റ് ആണ്. അത് ടോപ്പിന്റെ വേരിയന്റ് ആണല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് വേരിയന്റ്. ഓട്ടോമാറ്റിക്. ഇത് ഓണർഷിപ്പ് എത്രയാണ്? ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ഓടി? 1,40,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത്രയും കിലോമീറ്റർ ഓടിയത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ലേ? പക്ക ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആൽഫ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ആൽഫയിൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ഇലക്ട്രോണിക് മിറർ, ഫോൾഡബിൾ മിറർ, മാരുതി ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റർ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക്, പുഷ് ബട്ടൺ സ്റ്റാർട്ടർ, കീലെസ് എൻട്രി, ബാക്ക് വൈപ്പർ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സ്. അതായത് എടുത്ത് പറയാൻ നമ്മൾ അതിനായിട്ട് കുറെ സമയം മാറ്റി വെക്കണം. കാരണം ക്യാമറ, ഡിസ്പ്ലേ, അലവിലും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്.
ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ്. ഇതിന്റെ ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? അതെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമുക്ക് 5,20,000 രൂപയ്ക്ക് വാറണ്ടി ഉൾപ്പെടെ കൊടുക്കാം. വാറണ്ടി ഉൾപ്പെടെ എത്ര? ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 16 കിലോമീറ്റർ വരെ വാറണ്ടി കൊടുക്കും. വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതാണ് പറയണത്. ഫുൾ ഓപ്ഷൻ വണ്ടി പുതിയതൊക്കെ ബേസ് മോഡൽ എടുക്കുന്ന വില പോലും വരുന്നില്ല അല്ലേ നമുക്ക് ഈ ഫുൾ ഓപ്ഷൻ എടുക്കാൻ. പിന്നെ വാറണ്ടിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? പിന്നെ തീർച്ചയായിട്ടും ലോൺ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് മാരുതിയുടെ വാഗനറാണ് പരിചയപ്പെടാൻ പോകുന്നത്. വാഗനറിൽ തന്നെ ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ തിരയുന്നത്. കാരണം ഹെവി ട്രാഫിക് ആണ് ഇപ്പോൾ എല്ലായിടത്തും. അപ്പോൾ മാനുവലിനേക്കാളും നല്ല ഇപ്പോൾ ഓട്ടോമാറ്റിക്കിലാണ് ആളുകൾ നോക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ ഇത് വാഗനർ 2018 മോഡൽ VXI ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് VXI എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? VXI വരുന്നത് AC പവർ സ്റ്റിയറിംഗും പവർ വിൻഡോ, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറർ, സ്റ്റീരിയോ, ടിൽറ്റ് സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാംപ്സ് അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. പിന്നെ അഡീഷണലായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എടുക്കുക, ഉപയോഗിക്കുക. ഇതിന് ചോദിക്കുന്ന പ്രൈസ് പറയാം. ഇത് പ്രൈസ് വന്നിട്ട് 4,75,000 രൂപ കൊടുക്കാം. 4,75,000 ചോദിക്കുന്ന പ്രൈസ്. നമുക്കിത് ലോൺ ചെയ്യാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും പറ്റും. നമുക്ക് ഇതിന് 5 വർഷത്തേക്ക് ലോണും കിട്ടും. വണ്ടി വിലയുടെ 90% വരെ നമുക്ക് ലോൺ ചെയ്യാം. 90% വരെ. അപ്പോൾ അടുത്ത വാഹനം മാരുതിയുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനം അല്ലേ? ഇത് ഏത് വാഹനം? ഇത് വാഗണറിന്റെ സ്റ്റിംഗ്രേ മോഡലാണ്. ഓക്കെ. ഓൺ മോഡൽ എത്ര? ഇത് 2017 മോഡലാണ്. ഇത് VXI പ്ലസ് ഓട്ടോമാറ്റിക് ഗിയർ വണ്ടിയാണ്. VXI പ്ലസ് ഓട്ടോമാറ്റിക്, അത് ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 61,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 61,000 കിലോമീറ്റർ. ഇത് ഒരു സ്പെഷ്യൽ എഡിഷൻ വാഗനറിൽ സ്പെഷ്യൽ എഡിഷൻ വണ്ടി അല്ലേ? വാഗണറിന്റെ സ്റ്റിംഗ്രേ നല്ലപോലെ സെയിലബിലിറ്റി ഉള്ള മോഡലാണ്. ഓക്കെ. അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അന്നത്തെ കാലത്ത് തന്നെ അല്ലേ? 2017 കാലഘട്ടത്തിൽ തന്നെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ടാവുക? ഇതിൽ വരുന്നത് മെയിനായിട്ട് നമുക്ക് പവർ വിൻഡോസ്, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അലോയ് വീല്, ബാക്കിൽ വൈപ്പർ, ഡീഫോഗർ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇത് VXI പ്ലസ് ആണ്. അതിനകത്ത് എയർ ബാഗ് വരും. ഡ്രൈവർ സൈഡ് എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക് വരുന്നുണ്ട്. ABS ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ കാലത്ത് 2017 കാലഘട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും പരീക്ഷിച്ചൊരു വാഹനമാണ് ഈ സ്റ്റിംഗ്രേ എന്ന് പറയുന്ന വാഹനം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 4,65,000 രൂപ കൊടുക്കാം. 4,65,000. അതെ. വാറണ്ടി ഉണ്ടാവും. വാറണ്ടി കൊടുക്കുന്നുണ്ട്. എത്ര? ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 16 കിലോമീറ്റർ പോപ്പുലറിന്റെ വാറണ്ടി. പോപ്പുലറിന്റെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പഴയ വാഹനമാണെങ്കിലും വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതും ഇത്രയും വലിയൊരു ഗ്രൂപ്പാണ് കൊടുക്കുന്നത്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാം. ഈ പറയുന്ന എമൗണ്ടിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? പിന്നെ തീർച്ചയായിട്ടും. അടുത്തായിട്ട് മാരുതിയുടെ സ്വിഫ്റ്റ് വീണ്ടും. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് സ്വിഫ്റ്റ് VXI മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. പെട്രോൾ ആണ്. 2016 മോഡല് VXI ഓപ്ഷൻ വേരിയന്റ് ആണ്. VXI ഓപ്ഷൻ. ഈ VXI ഓപ്ഷനിൽ എന്താണ്? VXI ഓപ്ഷനിൽ അഡീഷണൽ വരുന്നത് ഡ്യുവൽ എയർ ബാഗ് ആയിരിക്കും വരിക. VXI സാധാരണ സിംഗിൾ എയർ ബാഗ് ഉണ്ടാവും. നോർമൽ 2016 VXI എയർ ബാഗ് ഉണ്ടാവും. എയർ ബാഗ് ഇല്ല. VXI ഓപ്ഷൻ ആകുമ്പോൾ 2 എയർ ബാഗ് കൂടാതെ ABS ബ്രേക്കും ഉണ്ടാവും. ABS ബ്രേക്കും ഉണ്ടാവും അല്ലേ? ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി? 97,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 97,000 കിലോമീറ്റർ. പെട്രോൾ. അതെ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇതിൽ പിന്നെ അഡീഷണൽ ആയിട്ട് വേറെ എന്താ ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ളത്? ഇത് നോർമൽ സ്വിഫ്റ്റിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ, സ്റ്റീരിയോ, ടിൽറ്റ് സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഫോഗ് ലാമ്പ്, മിറർ ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. പിന്നെ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഇതിന് റീപ്ലേസ്മെന്റ് വരുന്നുണ്ട്. ബോണറ്റ് ഗ്ലാസ് മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അല്ല, കമ്പനിയിൽ നിന്ന് മാറിയിട്ടുള്ളതാണ്. ഹിസ്റ്ററിയിലുള്ളതാണല്ലേ? അതായത് ബോണറ്റും ഗ്ലാസും മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് എല്ലാം എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എവിടെ വേണമെങ്കിലും പോയി ചെക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 4,20,000 രൂപ കൊടുക്കാം. 4,20,000 കൊടുക്കാം അല്ലേ? ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഇത് സെന്നസ് ലോ LXI വേരിയന്റ് ആണ്. 2010 മോഡലാണ്. 2010 മോഡൽ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. 74,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി 74,000 കിലോമീറ്റർ. ഇത്രയും വർഷം പഴക്കം ഉണ്ടായിട്ട് പോലും സിംഗിൾ ഓണർ ആണ്. വാഹനം കൈമാറി വന്നിട്ടില്ല. അത്യാവശ്യം അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് LXI എന്താ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആണ് കമ്പനി വരുന്നത്. എക്സ്ട്രാ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അത്യാവശ്യം നല്ല ഒരു കണ്ടീഷൻ വാഹനം തന്നെയാണ്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും പറയാൻ പാകത്തിനില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 1,50,000 രൂപ കൊടുക്കാം. 1,50,000 രൂപ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് ഇയോൺ മാഗ്നയാണ്. ഇയോൺ മാഗ്ന 2015 മോഡലാണ്. 15 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടിയാണ്.
42,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിനിൽ 42,000 കിലോമീറ്റർ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? നല്ല മൈലേജ് ഉണ്ട്. 18 മേളിൽ മൈലേജ് കാണിക്കുന്നുണ്ട്. മൈലേജ് കിട്ടും. മൈലേജ് സെഗ്മെന്റ് വാഹനങ്ങൾ അനുസരിക്കുന്ന ചെറിയ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. ഈ ഒരു മാഗ്നയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും? ഇതിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ടോ, കമ്പനി ബിൽഡിംഗ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. മാനുവൽ സെൻട്രൽ ലോക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിൽ കാണാനില്ല. കണ്ടീഷൻ വാഹനമല്ലേ? കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല. ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമുക്ക് 2,40,000 രൂപയ്ക്ക് കൊടുക്കാം. 2,40,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? അതിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും ഇതിന് 4 അല്ലെങ്കിൽ 5 വർഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 5 വർഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മൾ പറയുന്ന പ്രൈസ് ഒന്നും ഫിക്സ്ഡ് അല്ല. കച്ചവടം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ മാറ്റമൊക്കെ ഉണ്ടാവും. പിന്നെ ഇവരുടെ വക ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ഈ മാസം തന്നെ വാഹനങ്ങൾ എടുക്കും. നമുക്ക് മെയ് മാസത്തെ സ്റ്റോക്കും മെയ് മാസത്തെ ഓഫറാണ് പറയുന്നത്. മഴയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയത്താണ് നമ്മൾ വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും അരുൺ സാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇവിടുത്തെ മാനേജറാണ് അരുൺ സാറ്. അപ്പോൾ പരിചയപ്പെടുത്തി തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത മാസം പുതിയ സ്റ്റോക്ക് ആയിട്ട് കാണാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം കേട്ടോ.